ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയമുള്ള സഹോദരങ്ങളും, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധീരധീരം പോരാടിയ ധീരദേശാഭിമാനികൾക്ക് എല്ലാ ദൈവസഭകളുടെയും നാമത്തിൽ ആദരവ് അർപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തം ചൊരിഞ്ഞ അനേകായിരങ്ങളുടെ ഓർമ്മകൾ, അവരനുഭവിച്ചതായ ത്യാഗം ഇന്ന് നമുക്ക് സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടിയുള്ളതായി. അതാണ് നാം ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തെ അടിച്ചമർത്തുവാൻ വേണ്ടി അന്ന് ധീരന്മാരായ മനുഷ്യർ ചൊരിഞ്ഞ രക്തം നമുക്കിന്ന് ഏറ്റവും വിലപ്പെട്ടതാണ്. അതാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. എന്നാൽ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചുവോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് യാഥാർത്ഥ്യമായും പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പതികാരം എന്ന് പറയുന്ന ആ കാര്യം പോലും ഇന്ന് നിഷേധിക്കപ്പെട്ട ചില കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരണം മനുഷ്യൻ അത്രയധികം പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. എന്നാൽ ഞാൻ പറയുകയാണ്, മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ അവന് ലോകം വെറുക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഓരോ മനുഷ്യനും ലഭിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. നാം ഈ ലോകത്തോട് ചേർന്നാണ് ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തോട് കൂടെയാണ് നാം നടക്കുന്നതെങ്കിൽ, തീർച്ചയായും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്ന് തന്നെ
പറയുവാൻ കഴിയും. എന്നാൽ നാം ദൈവത്തോട് ചേർന്നാണ്, ദൈവത്തോട് കൂടെയാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാകുന്നത്. അതിനായിട്ടുള്ള വഴികൾ നമ്മുടെ മുൻപിൽ തുറക്കപ്പെടുന്നത്, നാം ആ സന്തോഷം അനുഭവിക്കുന്നത്. ഇതൊക്കെയും പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുമ്പോഴാണ്. ഈ ലോകമൊരിക്കലും നമുക്ക് ഒരു സമാധാനമോ സ്വാതന്ത്ര്യമോ സന്തോഷമോ സുഖമോ നൽകുകയില്ല എന്നുള്ളത് ഉറപ്പ് തന്നെ. എന്നാലോ ഈ ലോകത്തെ പിരിയുവാൻ, ഈ ലോകത്തെ നിഷേധിക്കുവാൻ, അതിൻ്റെ ആകർഷണ വലയത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട് ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി, ചിന്താഗതിയോടുകൂടി നമുക്ക് ജീവിതം നയിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, ബൈബിൾ പറയുകയാണ്, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് ഇവിടെ പറയുന്നത്: ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വതന്ത്രമാക്കി, പിന്നെയും നാം അടിമമുഖത്തിൽ കുടുങ്ങിപ്പോകരുതേ. ഇപ്പോൾ ഇത് സഭയിലെ വിശ്വാസികളോടാണ് പറഞ്ഞതെങ്കിൽ സകല മനുഷ്യർക്കും അത് ബാധകമാണ്. സകല മനുഷ്യർക്കും വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം പറയുകയാണ്: ദൂതൻ അവളോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന്. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ ജനനത്തെ പറ്റിയാണ് പറയുന്നത്. യേശുവിൻ്റെ ജനനം സകല മനുഷ്യർക്കും മഹാസന്തോഷം നൽകുവാനുള്ളതാണ്. അല്ലാതെ ഒരു വിഭാഗത്തിനോ ഒരു സമൂഹത്തിനോ മാത്രമല്ല, സകല മനുഷ്യനും സന്തോഷം നൽകുന്നതിന് വേണ്ടിയുള്ള സുവിശേഷമാണ് ബൈബിളിൽ കൂടി ഈ ലോകത്തോട് ദൈവം വിളിച്ചറിയിക്കുന്നത്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പൂർണ്ണമായ സന്തോഷം അനുഭവിക്കണമെങ്കിൽ നാം പൂർണ്ണമായ സ്വാതന്ത്ര്യം പ്രാപിച്ചവരായിരിക്കണം. പൂർണ്ണമായും നാം സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ മനുഷ്യനെ എപ്പോഴും ആകർഷിച്ച് അവനെ നാശത്തിലേക്ക് നയിക്കുന്ന ഈ ലോകത്തെ വെറുക്കണം. ഈ ലോകത്തെ വെറുക്കുക, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. അതൊരു വലിയ യുദ്ധം നടക്കുകയാണ്. കാരണം മനുഷ്യനും ഈ ലോകവും തമ്മിലെപ്പോഴും ചേർന്നു പോകുമ്പോൾ അവനൊരിക്കലും പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ല എങ്കിൽ സന്തോഷവുമില്ല. എന്നാൽ നാം പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും സന്തോഷം അനുഭവിക്കുകയും അത് നമ്മളിൽ നിലനിൽക്കുകയും ചെയ്യണമെങ്കിൽ, പ്രിയമുള്ളവരെ, നാം ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടതും. അതാണ് സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നത്: ലാസർ മരിച്ചുപോയി, ഞാനവിടെ ഇല്ലാഞ്ഞത് കൊണ്ട് നിങ്ങളെ വിചാരിച്ചു സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ, എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകാം എന്ന്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ അടുക്കൽ പോകാം എന്നുള്ളത്. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മരിച്ച ഒരു മനുഷ്യൻ ജീവിക്കുന്നതും ആ മനുഷ്യൻ സ്വാതന്ത്ര്യമായി ഈ ഭൂമിയിലേക്ക് എഴുന്നേറ്റ് വരികയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇവിടെ പറയുകയാണ്:
നിങ്ങൾ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ, എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകാം. നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകുന്നുവല്ലോ. അപ്പോൾ വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യവും അത് നൽകുന്ന സന്തോഷവും അത് നൽകുന്ന വിടുതലും നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും കഴിയുന്നത് എന്ന് തിരുവഴുത്തിൽ കൂടി പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 8-ാം വാക്യം പറയുന്നത്, അങ്ങനെ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഇപ്പോൾ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി എന്ന് പറയുന്നത് അതിന് കാരണമായി തീരുന്നത് ഒരു വലിയ ദുഃഖം എന്തൊക്കെയോ കാരണത്തിൽ ആ പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണവാസികൾ വളരെ വിഷമത്തിലായിരുന്നു. അവർക്ക് എന്തിൽ നിന്നോ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. അവർ സന്തോഷം അനുഭവിച്ചിരുന്നില്ല. ആയതിനാൽ ഇപ്പോഴവർക്ക് വലിയ സന്തോഷം ഉണ്ടായി എന്ന് പറയുവാൻ അവിടെ കാരണം കാണിക്കുന്നത് അവർ ദൈവത്തെ അറിയുകയും ദൈവത്തെങ്കിലേക്ക് തിരിയുകയും ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനുള്ള ആ അവസരം അവർ നല്ലതുപോലെ വിനിയോഗിക്കുകയും ചെയ്തപ്പോഴാണ് ആ പട്ടണത്തിൽ വലിയ സന്തോഷം, വളരെ സന്തോഷം ഉണ്ടായി എന്ന് ഇവിടെ പറയുവാൻ ഇടയായിപ്പോയി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം പറയുന്നത്, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്കും മടുപ്പില്ല എന്ന്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ നാം സന്തോഷം അനുഭവിക്കുമ്പോൾ അത് ദൈവം നൽകുന്ന സന്തോഷമാണ് നാം അനുഭവിക്കുന്നത്. ആ സന്തോഷം ആർക്കും നമ്മളിൽ നിന്ന് തട്ടി തൂക്കിക്കളയുവാൻ കഴിയുകയില്ല. ആ സന്തോഷം പലരെ എത്ര ആക്ഷേപിച്ചെന്നാലും എത്ര പരിഹസിച്ചെന്നാലും എന്തെല്ലാം പീഡകൾ സഹിച്ചാലും ആ സന്തോഷം ഒരിക്കലും നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. കാരണം അത് ദൈവം തന്ന സന്തോഷമാണെന്ന് നാം അറിയുക മാത്രമേ വേണ്ടൂ. അതിനായിട്ടായിരിക്കണം പ്രിയമുള്ളവരെ സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിൽ കൂടി പ്രാപിക്കുകയും പൂർണ്ണമായ ബന്ധനത്തിൽ നിന്നുള്ള മോചനം നേടുകയും ആ കർത്താവ് നൽകുന്ന സന്തോഷം നാം അനുഭവിക്കുകയും ചെയ്യുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഏറ്റവും ശ്രേഷ്ഠവും മാന്യവും യോഗ്യവുമായ അവസ്ഥ. നമ്മുടെ ജീവിതം അത് മറ്റുള്ളവർക്കും അത് വലിയ തൃപ്തിയായിരിക്കും, മറ്റുള്ളവർക്കും സമാധാനമായിരിക്കും, മറ്റുള്ളവർക്കും സന്തോഷമായിരിക്കും. യാതൊരു വിടുതലും പ്രത്യാശയുമില്ലാത്ത ജനത്തിന്, അല്ലെങ്കിൽ മനുഷ്യർക്ക്, വ്യക്തികൾക്ക് അവർക്കൊരു വലിയ മോചനം, ഒരു സ്വാതന്ത്ര്യം അവർക്ക് യേശുക്രിസ്തുവിൽ കൂടി ആ വിശ്വാസത്തിൽ കൂടി അവർക്ക് ലഭിക്കും. അതാണ് ഇവിടെ പിന്നെയും പറയുകയാണ്, ആത്മാവിൻ്റെ ഫലമോ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ആ ആത്മാവുള്ളവരിൽ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതിലേറ്റവും വലുത് പ്രിയമുള്ളവരെ സ്നേഹം തന്നെയാണ്. സ്നേഹമില്ല എങ്കിൽ നമുക്കെന്താണ് സ്വാതന്ത്ര്യം? സ്നേഹമില്ല എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്താണിത്? സൗഭാഗ്യം. അതൊക്കെയാണ് ഇവിടെ തിരുവഴുത്തിൽ കൂടി യേശുക്രിസ്തു ലോകത്തെ ബോധ്യപ്പെടുത്തിയത്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ
നമുക്കൊരു പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ, അതിൽ കൂടി ലഭിക്കുന്നതായ പൂർണ്ണ സന്തോഷം നാം അനുഭവിക്കണമെങ്കിൽ, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നാം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.